ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ട്രേഡേഴ്സ് സൈക്കോളജി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സക്സസ്ഫുൾ ട്രേഡറിന് ആവശ്യമായിട്ട് വേണ്ട 2 സ്കില്ലാണ്. ആൻഡ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90% ആൾക്കാരും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ ഒരു 2 സ്കില്ല്. ഓക്കെ, അപ്പോൾ ഒരു സക്സസ്ഫുൾ ട്രേഡർ അറ്റ് എ സെയിം ടൈം റിജിഡ് ആയിരിക്കണം, അറ്റ് എ സെയിം ടൈമിൽ ഫ്ലെക്സിബിൾ കൂടി ആയിരിക്കണം. റിജിഡ് ആയിരിക്കണം, ഫ്ലെക്സിബിൾ കൂടി ആയിരിക്കണം. റൈറ്റ്. അപ്പോൾ എന്താണ് റിജിഡ്? റിജിഡിന്റെ മലയാളം അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർശനം എന്നാണ്. അപ്പോൾ കർശനമായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? ഒന്നാമത്തേത് സ്റ്റോപ്പ് ലോസ്, രണ്ടാമത്തേത് റിസ്ക് മാനേജ്മെന്റ്, മൂന്നാമത്തേത് എൻട്രി റൂൾസ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ റിജിഡ് ആയിട്ട് കർശനമായിട്ട് പൊസിഷൻ സൈസിങ് വളരെ കർശനമായിട്ട് റിജിഡായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമാണ് എക്സെട്ര. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന് പ്രത്യേകിച്ച് ബൗണ്ടറി ഒന്നുമല്ല. മാർക്കറ്റ് നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് എങ്ങോട്ട് വേണമെങ്കിലും മൂവ്മെന്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ റിജിഡായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആൻഡ് അറ്റ് എ സെയിം ടൈം ഒരു ട്രേഡിന് ആവശ്യമായിട്ടുള്ള വേറൊരു സ്കില്ലാണ് ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്നുള്ളത്. എവിടെയാണ് ഫ്ലെക്സിബിൾ ആയിരിക്കേണ്ടത്? നമ്മുടെ എക്സ്പെക്റ്റേഷനിൽ നമ്മൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇന്ന് എൻ്റെ വ്യൂ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പം അത് എക്സ്പെക്റ്റേഷനിൽ നമ്മളെപ്പോഴും റിജിഡ് ആകാതിരിക്കാൻ ശ്രമിക്കാം. അതായത് ഇന്ന് മാർക്കറ്റ് എന്തായാലും മുകളിലോട്ട് പോകും എന്ന രീതിയിൽ വിശ്വസിക്കുന്നതിന് പകരം നമ്മളെപ്പോഴും ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. ഇപ്പൊ എന്താണ് മാർക്കറ്റ് നമ്മളോട് പറയുന്നത്? ഇപ്പൊ എന്താണ് മാർക്കറ്റിന്റെ കറന്റ് സെനാരിയോ? അതിനനുസരിച്ചിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 90% ആൾക്കാരും അല്ലെങ്കിൽ ഒരു നോർമൽ ട്രേഡേഴ്സ് ചെയ്യുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് എവിടെയാണോ റിജിഡ് ആകേണ്ടത് അവിടെ ഫ്ലെക്സിബിൾ ആകും അല്ലെ? എവിടെയാണോ ഫ്ലെക്സിബിൾ ആകേണ്ടത് അവിടെ റിജിഡ് ആകും. ഇതാണ് ആക്ച്വലി പല ട്രേഡേഴ്സിൻ്റെയും പ്രോബ്ലം. പല ആൾക്കാർക്കും ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതില്ല. ഓക്കെ, അതായത് എവിടെയാണോ റിജിഡ് ആകേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെന്റ് ചെയ്യണം, നമ്പർ ഓഫ് ട്രേഡ്സ്, നമ്മുടെ റൂൾസ് ഒക്കെ റിജിഡ് ആവേണ്ട കാര്യമാണ് അല്ലേ? പക്ഷെ അവിടെ ഫ്ലെക്സിബിൾ ആകും. നമ്മൾ ആദ്യം ഒരു ദിവസം പൊസിഷൻ സൈസ് 100 ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യും, നെക്സ്റ്റ് ഡേ 200 ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യും, നെക്സ്റ്റ് ഡേ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് വെക്കില്ല, നെക്സ്റ്റ് ഡേ റിസ്ക് കൂട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടേയിരിക്കും, സെറ്റപ്പുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷെ എവിടെയാണോ ഫ്ലെക്സിബിൾ ആകേണ്ടത് അവിടെ എക്സ്പെക്ടേഷനിൽ എപ്പോഴും റിജിഡ് ആയിരിക്കും. എക്സ്പെക്ടേഷൻ എന്തായാലും റിജിഡ് ആയിരിക്കും. ഓക്കെ, ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു മാറ്റമില്ല. ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും തന്നെയാണ് വിശ്വസിക്കുക. ആക്ച്വലി അവിടെയാണ് പല ആൾക്കാരും മിസ്റ്റേക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ എക്സ്പെക്ടേഷൻ എത്രത്തോളം റിജിഡ് ആകുന്നു, ഐ റിപ്പീറ്റ്, നമ്മുടെ എക്സ്പെക്ടേഷൻ എത്രത്തോളം റിജിഡ് ആകുന്നു അത്രത്തോളം നിങ്ങളുടെ റൂൾസ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്, ബ്രേക്ക്ഔട്ട് നടത്തി. ഇത് ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയ മൂവ്മെന്റ് തരും എന്നുള്ളതാണ്. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് അങ്ങനെ പല വീഡിയോസിലും കണ്ടു വലിയ മൂവ്മെന്റ് തരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കും ആ ഒരു എക്സ്പെക്ടേഷൻ വന്നു, ഇത് ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വളരെ വലിയ മൂവ്മെന്റ് നടത്തും എന്നുള്ളത്. അപ്പൊ എന്താണ്, ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി കൺസിഡർ ചെയ്തു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലോട്ട് പോകുന്നതിന് പകരം തിരിച്ച് താഴോട്ട് വരാൻ വേണ്ടി തുടങ്ങി. പക്ഷേ നമ്മുടെ എക്സ്പെക്ടേഷൻ വളരെ റിജിഡ് ആണ്, വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരിക്കലും ലോസ് കട്ട് ചെയ്യില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റൂൾസ് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഫസ്റ്റ് റൂൾസ് സ്റ്റോപ്പ് ലോസ് കുറച്ച് കൂട്ടാൻ വേണ്ടി തുടങ്ങും. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആദ്യമേ കൊടുത്തിട്ടുണ്ടാവും, അത് ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ കുറച്ചുകൂടി താഴോട്ട് വെക്കും. റിസ്കിന്റെ കാര്യം മറന്നു പോകും. 1% റിസ്ക് ആണ് ഇനീഷ്യലി എടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു എക്സ്പെക്ടേഷൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ലോസ് കട്ട് ചെയ്യാൻ ഒരു മടി. അപ്പോൾ എന്താണ്, ചെറിയ രീതിയിൽ റിസ്ക് കൂട്ടും, അല്ലെങ്കിൽ ചില ആൾക്കാർ ചെയ്യുന്നതാണ് ആവറേജ് ചെയ്യും, കുറച്ചുകൂടി ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ റിജിഡ് ആകുന്നത് കൊണ്ടാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു
ഇന്റർവ്യൂവിന് പോവുകയാണ്. ഇന്റർവ്യൂ ഏകദേശം ഒരു 10 മണിക്കാണുള്ളത്. നിങ്ങൾ കാർ ഓടിച്ച് പോകുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു വഴിയിൽ കൂടി പോകുകയാണെങ്കിൽ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് എനിക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. അതെന്താണ്? റൂൾസ് ആണ്, റിജിഡ് ആണ്. പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്ത് അവിടെ ട്രാഫിക് ബ്ലോക്ക് കണ്ടു. അപ്പോൾ നിങ്ങൾ പറയുവാണ് എനിക്ക് ഈ ഒരു വഴിയിൽ കൂടി തന്നെ പോകണം എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ റിജിഡ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കറന്റ് സെനാരിയോ മനസ്സിലാക്കിയിട്ടില്ല, അവിടെ ട്രാഫിക് ജാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നിങ്ങൾ വേറെ റൂട്ടിൽ കൂടി പോകണം, അല്ലെങ്കിൽ അതേ റൂട്ടിൽ കൂടി പോകുകയാണ്, ഞാൻ ഈ ഒരു റൂട്ടിൽ കൂടി തന്നെ പോകും, ട്രാഫിക് ഒന്നും കുഴപ്പമില്ല, അത് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ചിലപ്പം നിങ്ങളുടെ ഇന്റർവ്യൂ നിങ്ങൾക്ക് മിസ് ചെയ്യും. അപ്പോൾ എന്താണ്, കറന്റ് സെനാരിയോ എന്താണ് അത് മനസ്സിലാക്കിയിട്ട് യെസ് ഇവിടെ ട്രാഫിക് ജാം ഉണ്ട്, അപ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടി പോകുകയാണെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് ആ ഒരു 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം എന്നുള്ള ആ ഒരു ഫ്ലെക്സിബിൾ മൈൻഡ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബാലൻസ് ഉണ്ടാവും. റൈറ്റ്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും ഞാൻ വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രേഡർ അറ്റ് എ സെയിം ടൈമിൽ റിജിഡ് ആയിരിക്കണം. ഒരു സക്സസ്ഫുൾ ട്രേഡർ അറ്റ് എ സെയിം ടൈമിൽ റിജിഡ് ആയിരിക്കണം. റിജിഡ് എവിടെയാണ് ആയിരിക്കേണ്ടത്? റൂൾസ്. റിജിഡ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. അവിടെ എപ്പോഴും റിജിഡ് ആയിരിക്കണം. പ്ലസ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മുടെ എക്സ്പെക്റ്റേഷനിൽ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫ്ലെക്സിബിൾ ആയിരിക്കണം. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അവിടെ സ്ഥിരത വരും മാർക്ക്. നിങ്ങളുടെ മൈൻഡിലോട്ട് ഒരു എന്താണ് ഒരു കൺസിസ്റ്റൻസ് മൈൻഡ് നിങ്ങൾക്ക് അവിടെ കിട്ടും. റൈറ്റ്. അങ്ങനെ നിങ്ങൾ ചെയ്ത് കണ്ടിന്യൂസ്ലി ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഒന്നുകൊണ്ട് പറയാം, നിങ്ങൾ റിജിഡ് ആവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അവിടെ റിജിഡ് ആകുക. ഫ്ലെക്സിബിൾ ആകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എക്സ്പെക്റ്റേഷനിൽ, അവിടെ നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു റൂള് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പം ഈ ഒരു റൂൾസ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്തിരിക്കുക ആൻഡ് എപ്പോഴും ഓർത്തിരിക്കുക. പല ആൾക്കാരും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയാണോ റിജിഡ് ആവേണ്ടത് അവിടെ റിജിഡ് ആവുകയും, എവിടെയാണോ ഫ്ലെക്സിബിൾ ആകേണ്ടത് ഫ്ലെക്സിബിൾ ആകുകയും ചെയ്തിരിക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഇതൊരു ട്രേഡ് സൈക്കോളജി സീരീസ് ആണ്. ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 200+ ലൈക്ക് എങ്കിലും ഈ ഒരു വീഡിയോക്ക് തരിക. ഡെഫിനറ്റ്ലി അടുത്ത വീഡിയോ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ബൈ.